നമ്മൾ പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാലഘട്ടം മുഴുവൻ നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഹായ്, ഇനി വരാൻ പോകുന്ന LDCയിൽ ഒരു മികച്ച റാങ്ക് കരസ്ഥമാക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു മികച്ച റാങ്കോട് കൂടിയുള്ള ഒരു റാങ്ക് ഹോൾഡർ ആവാൻ, ഇനി പിന്നീട് അടുത്ത ഘട്ടത്തിൽ ഒരു ഉദ്യോഗസ്ഥനാകാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠനം മാത്രം പോരാ, സിലബസ് അനുസരിച്ചുള്ള പഠനം മാത്രം പോരാ, ആ പഠിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം. ഒരു തിങ്കൾ ടു വെള്ളി പഠിക്കുന്ന കാര്യങ്ങൾ ശനിയും ഞായറും റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. പോരാ, പ്ലസ് എന്ത് വേണം? എക്സാമുകൾ മാക്സിമം എഴുതണം, പരീക്ഷകൾ മാക്സിമം എഴുതണം. ഓരോ ടോപ്പിക്കിൻ്റെ എക്സാമുകൾ, കുറച്ച് ടോപ്പിക്കുകൾ ചേർന്ന എക്സാമുകൾ, കൂടുതൽ ടോപ്പിക്കുകൾ ചേർന്ന എക്സാമുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, മോഡൽ എക്സാമുകൾ. ഇത് മൂന്നും എത്ര കണ്ട് നന്നായിട്ട് നിങ്ങൾ ചെയ്യുന്നു അതിനനുസരിച്ചാണ് നിങ്ങളുടെ വിജയ സാധ്യത. അത് മൂന്നും ഏറ്റവും നന്നായി ചെയ്യുന്നവർ പോലും തോറ്റു പോവാറുണ്ട് അല്ലേ? എന്താണ് വിഷയം? മാനസിക സമ്മർദ്ദം. പരീക്ഷാ ഹാളിൽ ഏറ്റവും മികച്ച സമയമായി നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു പക്ഷേ എത്ര നന്നായിട്ട് പഠിക്കുന്നവരും തോറ്റു പോകാറുണ്ട്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അന്ന് മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച പരീക്ഷാ ദിവസം കിട്ടും, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, ആദ്യ റാങ്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത് ഏറ്റവും ശ്രദ്ധിക്കണം. അല്ലാതെ പഠിച്ചാൽ മാത്രം മതി കിട്ടും എന്ന് വിചാരിക്കരുത്. റിവിഷന് പ്രാധാന്യമുണ്ട്, പരീക്ഷകൾക്ക് പ്രാധാന്യമുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള വളരെ മൈക്രോ ലെവലിലുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരീക്ഷ ഹാളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പ് റാങ്ക് നേടിയിട്ട് ജോലിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ദെൻ എക്സാമിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ടോപ്പിക് വൈസ് എക്സാം, PYQ എക്സാം, മോഡൽ എക്സാം, ഇപ്പോൾ നിങ്ങൾ എഴുതാൻ തുടങ്ങിയ ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത പരീക്ഷകൾ, ഇതൊക്കെ നിങ്ങൾ പരമാവധി ചെയ്യണം. അതേപോലെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിലുള്ള എക്സാമുകൾ, ഇനി എൻട്രിയിൽ തന്നെ ഇഷ്ടംപോലെ ഫ്രീ എക്സാമുകൾ നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇപ്പോൾ LDC VFA ഒക്കെ ഇപ്പോൾ എൻ്റെ ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട എക്സാം ഉണ്ടാവും. ഒരു ദിവസം നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൻ്റെ എക്സാം ഉണ്ടാവും. അങ്ങനെ എക്സാമുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു 5-6 ടോപ്പിക്കുകൾ ഒരുമിച്ച് ചേർത്ത് എക്സാം ഉണ്ടാവും. പിന്നെ അങ്ങനെയുള്ള ഒരു 4-5 സ്റ്റഡി സർക്കിൾ ചേർത്തിട്ട് എക്സാം ഉണ്ടാവും. PYQ എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, ഇങ്ങനെ മാക്സിമം എക്സാം എഴുതിയിട്ട് നമ്മുടെ വേഗതയും അക്യുറസിയും കൂട്ടിക്കെടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പരീക്ഷയിൽ 1 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളിൽ എല്ലാ ചോദ്യങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകാൻ പറ്റണം. അല്ലാതെ നമ്മളിങ്ങനെ ചെയ്ത് വന്ന് 80-ലെത്തുമ്പോൾ സമയം തീർന്നു, ബെല്ലടിച്ചു, സമയം തീർന്നു. പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ 20 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിലൊരു 10-15 ചോദ്യങ്ങൾ അറിയുന്നത്. ഇങ്ങനൊരു അവസ്ഥ ഒരിക്കലും ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടാവരുത്. 20 വിട്ടാൽ കുഴപ്പമില്ല, പക്ഷേ ചെയ്യുന്ന 80 എന്ന് പറയുന്നത് നിങ്ങൾ 1 മുതൽ 100 വരെയുള്ളതിലൂടെ കടന്നു പോയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന 80 ആയിരിക്കണം. ഇതിനിടയിൽ അറിഞ്ഞൂടാത്തതേ വിട്ടിട്ടുണ്ടാവുള്ളൂ. 20 ആയാലും 15 ആയാലും അതല്ല വിഷയം. അത് ഓരോ പരീക്ഷയുടെ റാങ്കിൽ മാർക്കിനനുസരിച്ച് മാറുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ നിങ്ങളുടെ പരീക്ഷയിൽ ഉണ്ടാവരുത്. അതുണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ തുടക്കം മുതലേ എക്സാമുകൾ മാക്സിമം എഴുതി ശീലിക്കണം എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ കാര്യം, നമ്മുടെ പരീക്ഷാ സിലബസിനെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുക. ഇന്ന് പരീക്ഷയിൽ വരുന്നത് 99%, 100% സിലബസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. വളരെ അപൂർവം ഏതെങ്കിലും പരീക്ഷകളിലാണ് സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത മധ്യകാല ഇന്ത്യ എന്ന് ചോദിക്കുക. അത് ഡിഗ്രി ലെവൽ പരീക്ഷകൾ മധ്യകാല ഇന്ത്യ സിലബസിലുണ്ട്, പ്രിലിംസിന്, മെയിൻസിനില്ല. അപ്പം പ്രിലിംസിന് ചോദിക്കാറുണ്ട്, അപ്പോൾ അത് ഔട്ട് ഓഫ് സിലബസ് അല്ല. പക്ഷേ ചില പരീക്ഷകളുടെ ഇടയ്ക്ക് മധ്യകാല ഇന്ത്യയോ പ്രാചീന ഇന്ത്യ അങ്ങനെ ഒരു ചോദ്യമൊക്കെ കടന്നു വരും. കേരളത്തിൻ്റെ പ്രാചീന ചരിത്രം, തിണകളൊക്കെ ഏതെങ്കിലും ഒരു പരീക്ഷ ചോദ്യം വരും. അത് വിചാരിച്ച് മൊത്തം പ്രാചീന കേരളം പഠിക്കാൻ പോവുക, മധ്യകാല കേരളം പഠിക്കാൻ പോവുക എന്നുള്ളതല്ല. അതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ഏരിയ ആണ്. അതൊക്കെ നിങ്ങൾ അവസാനം വേണമെങ്കിലും നോക്കി വെക്കുക, അത്രയേ ഉള്ളൂ. സിലബസ് കൃത്യമായിട്ട് ഉൾക്കൊണ്ട് അതിലുള്ള ഓരോ ഏരിയകളും പഠിച്ചു തീർക്കുക. ആ സിലബസിലുള്ള ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് SCERT എന്തൊക്കെ പഠിക്കണം, NCERT എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്, ഹയർ സെക്കൻഡറി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ SCERT മാത്രം പഠിച്ചാൽ പോരാ എന്നുള്ള തിരിച്ചറിവുമാണ് നിങ്ങൾക്ക് വേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് സിലബസിലുള്ള എല്ലാ ഏരിയകളും SCERTയിൽ സ്പർശിച്ചിട്ടുണ്ടാവണമെന്നില്ല. ആ ഏരിയകൾ ഔട്ട് ഓഫ് SCERT തന്നെയാണെന്നും അതിന് SCERTയിൽ ഒരു കാര്യവും അതിൽ പഠിക്കാനില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. പുറത്തുനിന്ന് നന്നായിട്ട് പഠിക്കുക വേണം. അല്ലാതെ പാഠപുസ്തകം 5 മുതൽ 10 വരെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പഠിക്കുക എന്ന് വിചാരിച്ച് തുടക്കം മുതലേ അങ്ങനെ എടുത്ത് പഠിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു PSC പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്നില്ല. LDC എന്നല്ല ഏത് പരീക്ഷയും അവിടെ ചെയ്യേണ്ടത് സിലബസ് അറിഞ്ഞുള്ള പഠനമാണ്. അല്ലാതെ ഞാൻ ആദ്യം SCERT 5 to 10 തീർക്കട്ടെ, പിന്നെ ഹയർ സെക്കൻഡറി തീർക്കട്ടെ, അങ്ങനെയല്ല. ഒരു സിലബസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തീർക്കാനുണ്ടോ ചാപ്റ്ററുകൾ അത്രയും അവിടെ തീർക്കുക, അടുത്ത ടോപ്പിക്ക് പോവുക, അങ്ങനെ പോകാവും. ഓക്കെ. ദെൻ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ഇഷ്ടമുള്ള വിഷയങ്ങൾ എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. പണ്ട് കാലം മുതൽ സ്കൂൾ പഠിച്ച കാലഘട്ടം മുതൽ ഇഷ്ടപ്പെട്ട് പഠിച്ച കുറേ വിഷയങ്ങളുണ്ടാവും. അത് തന്നെ PSC പഠനത്തിനും വീണ്ടും വീണ്ടും പഠിക്കും. ഇതൊക്കെ എനിക്ക് എളുപ്പമല്ല, ഇതൊക്കെ ഇങ്ങ് തീർക്കട്ടെ എന്ന് വിചാരിക്കുക. പക്ഷെ അതല്ല വേണ്ടത്.
അത് നിങ്ങൾ പണ്ടേ പഠിച്ചതായതുകൊണ്ട് അതിന് നിങ്ങൾക്ക് വലിയ റിവിഷൻ്റെ കാര്യമില്ല, ആവശ്യമില്ല. അതേസമയം നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതൊരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ വലിയൊരു ശതമാനം പോവും, ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും പോവും, അല്ലേ? അങ്ങനെ 2-3 മാസം കഴിയുമ്പോഴേക്കും വലിയൊരു ശതമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ പുതിയതായിട്ട് പഠിച്ചൊരു സാധനം അത് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ നിങ്ങൾ പഠിക്കാതെ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഏരിയകൾക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത് തുടക്കത്തിലെ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളെ ആദ്യം തന്നെ നന്നായിട്ട് പഠിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇംഗ്ലീഷ് എനിക്ക് പാടാ മാറ്റി വെക്കുക, മാത്സ് എനിക്ക് പാടാ മാറ്റി വെക്കുക, ഭരണഘടന എനിക്ക് പാടാ മാറ്റി വെക്കുക, അല്ലെങ്കിൽ ജോഗ്രഫി എനിക്ക് പാടാ മാറ്റി വെക്കുക, സയൻസ് എനിക്ക് പാടാ മാറ്റി വെക്കുക. ഇങ്ങനെ ഏതെങ്കിലും പലർക്കും പല രീതിയിലായിരിക്കും, പക്ഷെ അങ്ങനെ മാറ്റി വെക്കുകയല്ല വേണ്ടത്. അത്തരം വിഷയങ്ങൾ ആദ്യം തന്നെ എളുപ്പമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ കറണ്ട് അഫേഴ്സിൻ്റെ കാര്യമാണ്. കറണ്ട് അഫേഴ്സ് നിങ്ങൾ എന്ന് PSC പഠനം ആരംഭിക്കുന്നോ അന്ന് മുതൽ കറണ്ട് അഫേഴ്സ് പഠിക്കണം. അല്ലാതെ എൻ്റെ പരീക്ഷയിൽ വരുന്നത് ഇന്ന സമയത്ത് എൻ്റെ പരീക്ഷ, അപ്പോൾ ആ പരീക്ഷയിൽ ഇന്ന് മുതൽ ഇന്ന് വരെയുള്ളതേ വരാൻ സാധ്യതയുള്ളൂ, അപ്പം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ കറണ്ട് അഫേഴ്സ് ഒന്നും മനസ്സിലാവില്ല, കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയമായിട്ട് മാറും. അതുകൊണ്ട് കറണ്ട് അഫേഴ്സ് PSC പഠനം തുടങ്ങുന്ന അന്ന് മുതൽ പഠിച്ചു തുടങ്ങണം. ഓരോ ദിവസത്തെയും കറണ്ട് അഫേഴ്സ് അതാത് ദിവസങ്ങളിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസങ്ങളിൽ അത് കൃത്യമായിട്ട് തീർത്ത് പോവുക. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കറണ്ട് അഫേഴ്സ് ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് മനസ്സിലാവുമെങ്കിലും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്തെന്നാ ഇത്, ഇതാരാ ഇത്, ഇതെന്താ ഇത് എന്നുള്ളതായിരിക്കും. നിങ്ങൾക്ക് ഒരു സംഭവം പഠിക്കണമെങ്കിൽ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഏത് രാജ്യക്കാരാണെന്നോ ഇതെന്താണ് സംഭവം എന്നോ ഒന്നും മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് നിരന്തരമായിട്ട് അതുമായിട്ട് ബന്ധം വേണം. അതിനാണ് ഡെയിലി കറണ്ട് അഫേഴ്സ് നോക്കണം എന്ന് പറയുന്നത്. ഏത് PSC ഉദ്യോഗാർത്ഥിയും ചെയ്യേണ്ട കാര്യമാണ്. ദെൻ യഥാർത്ഥ പഠന സമയവും അധിക പഠന സമയവും ഉണ്ടാവണം. യഥാർത്ഥ പഠന സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്ക് അത് 3 മണിക്കൂറേ കിട്ടുന്നുണ്ടാവുള്ളൂ, ചിലർക്ക് 5, 10, 15 മണിക്കൂറൊക്കെ കിട്ടുന്ന ആളുകളും ഉണ്ടാവും. ആ യഥാർത്ഥ പഠന സമയം നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സ്റ്റഡി റൂം അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ അവിടെ ഇരുന്ന് തന്നെ പഠിക്കണം. അല്ലാതെ തോന്നുന്ന സ്ഥലത്തിരുന്ന് പഠിക്കരുത്. അഡീഷണൽ ടൈം കണ്ടെത്തുക, അത് എവിടെ നിന്നാണോ കണ്ടെത്തുന്നത് അവിടെ നിന്ന് ഉപയോഗിക്കുക. ചിലപ്പോൾ അടുക്കളയിൽ നിന്നായിരിക്കും കിട്ടുക, അത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഹെഡ്സെറ്റ് ഇട്ട് കേട്ടോ, അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും സാധനം മുന്നിൽ കൊണ്ടുപോയി ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടോ നിങ്ങൾ ആ പണീൻ്റെ ഇടയിൽ കാണുക. യാത്രയിലാണെങ്കിൽ യാത്രയിൽ ഉപയോഗിക്കുക. അങ്ങനെ അഡീഷണൽ ടൈം അങ്ങനെ കണ്ടെത്തുക. അല്ലാത്ത യഥാർത്ഥ പഠന സമയം എത്ര മണിക്കൂറാണോ കിട്ടുന്നത് അത് നന്നായിട്ട് ആ ഒരു പഠന മുറിയിലിരുന്ന് തന്നെ പഠിക്കുക. അത് ഓരോ ദിവസവും കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ 2-3 മണിക്കൂറേ കിട്ടുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളത് കൂട്ടി കൊണ്ടുവരണം. എങ്ങനെയെങ്കിലും സമയം കൂടുതലായിട്ട് കണ്ടെത്തണം. ഓക്കെ. ദെൻ ലോജിക്കൽ ഗസ്സിങ് തുടക്കത്തിൽ ശീലിക്കുക എന്നുള്ളതാണ്. PSC പരീക്ഷയുടെ അവസാനം ചെയ്യേണ്ട കാര്യമല്ല അത് ഇപ്പോഴേ ഇപ്പോഴേ തുടങ്ങിയാൽ നിങ്ങൾക്കത് ചെയ്ത് ശീലമുള്ള ആ ഒരു ധൈര്യവും ആ ഒരു കഴിവും നിങ്ങൾക്ക് വികസിക്കുകയുള്ളൂ. അതോടൊപ്പം നിങ്ങൾക്ക് കണ്ടന്റ് നോളജും കൂടി വരണം. ഇത് രണ്ടും ഇപ്പോഴേ തുടങ്ങേണ്ട സംഗതിയാണ്. കണ്ടന്റ് നോളജൊക്കെ ആയി എനിക്ക് എല്ലാ അറിവും കിട്ടിയിട്ട് ഞാനൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് ചെയ്ത് പരിചയമില്ല, ചെയ്തുള്ള അനുഭവ സമ്പത്ത് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെക്കാൾ നന്നായിട്ട് അത് വേറെ ചെയ്യുന്നവരുണ്ട്, അവർ റാങ്കും കൊണ്ടങ്ങ് പോവും. അപ്പോൾ എന്താണ് വേണ്ടത്? ഇത് രണ്ടും ഇപ്പോഴേ തുടങ്ങണം. നമ്മളെ കയ്യിൽ ഇത്രേ കണ്ടന്റ് ഉള്ളൂ, എന്നാലും ഇതിനങ്ങ് ഇറങ്ങിത്തിരിക്കുക. അറിയാത്ത ചോദ്യങ്ങൾ ഓപ്ഷൻ നോക്കിയും എന്തെങ്കിലും ക്ലൂ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചും സ്പാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഉത്തരം എഴുതുക. തെറ്റിക്കോട്ടെ, ആരെ പേടിക്കണം നിങ്ങൾ? ഇപ്പോൾ ഉള്ള പരീക്ഷ എവിടെ നടത്തുന്നതായിക്കോട്ടെ, ഒരു ആപ്പിനുള്ളിൽ നടത്തുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്ത് നടത്തുന്ന ഒരു എക്സാം ആയിക്കോട്ടെ, അതിലൊക്കെ മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ ആരെയാണ് പേടിക്കേണ്ടത്? നിങ്ങളുടെ യഥാർത്ഥ പരീക്ഷയിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നില്ല എങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ എന്ത് നേടിയിട്ടെന്താ കാര്യം? അതുകൊണ്ട് യഥാർത്ഥ പരീക്ഷയുള്ള നേട്ടത്തിനാണ് പ്രാധാന്യം. അതിനു മുമ്പുള്ളത് ഒക്കെ നമുക്കുള്ള പരീക്ഷണങ്ങളാണ്. അവിടെ നമുക്കൊരു നാട്യവുമില്ലാതെ ഒരു നാണവുമില്ലാതെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ അനുഭവ സമ്പത്തിലൂടെ കുറേ ഘടകങ്ങളുണ്ട് മെച്ചപ്പെടുത്തേണ്ടത്. ആ ഗുണഗണങ്ങളെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ നമ്മൾ പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാലഘട്ടം മുഴുവൻ നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഒന്ന് ടെൻഷനായി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഉറക്കം ഒന്ന് ക്രമം തെറ്റിയാൽ. നിങ്ങൾ സ്ഥിരമായിട്ട് 11 മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾ ഇന്ന് കുറച്ച് സമയം കിട്ടി, കുട്ടി നേരത്തെ ഉറങ്ങി എന്ന് വിചാരിച്ച് 3 മണി വരെ ഇരുന്ന് പഠിക്കുന്നു, ഉറപ്പായിട്ട് നിങ്ങൾ വിചാരിക്കും ഗുണം ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് ദോഷകരമാണത്. അത് ഒരു ദിവസം അങ്ങനെയാണ് പഠിക്കുന്നത്, പിറ്റേ ദിവസം അങ്ങനെ പഠിക്കണം. ആ രീതിയിൽ പോയാലാണ് നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് കണ്ടീഷൻ ചെയ്യപ്പെടുകയും നമുക്ക് ആ പഠിച്ചത് മുഴുവൻ സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുള്ളൂ. അതല്ലാത്ത പക്ഷം ഇതിങ്ങനെ ചോർന്നു പോകും. നിങ്ങൾ ഒരു ദിവസം 3 മണി വരെ ഇരുന്ന് പഠിച്ച പകലത്തെ കാര്യം നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ്. നിങ്ങൾ പഠിച്ച പലതും മറന്നുപോകും. അതിൻ്റെ അളവ് കൂടുതലായിരിക്കും, മറക്കുന്നതിൻ്റെ അളവ്. അതുകൊണ്ട് ഒരു ക്രമം സൂക്ഷിക്കണം. ഉറക്കമായാലും ഭക്ഷണമായാലും ഒക്കെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം? ക്രമം സൂക്ഷിക്കണം. അതേപോലെ നിങ്ങളുടെ മറ്റു പ്രവൃത്തികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അതേപോലെ സോഷ്യൽ മീഡിയ എൻഗേജ്മെൻ്റ് ആണെങ്കിൽ അത്, ഇതൊക്കെ ഒരു നിശ്ചിത സമയവുമായിരിക്കണം, നിശ്ചിത അളവിലും ആയിരിക്കണം. അത് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ ക്രമീകരണം, ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഏത് ഫീൽഡിലായാലും നിങ്ങളെല്ലാവരും പറയുന്നവരായിരിക്കും ഇത് എന്തിനാ ഡിസിപ്ലിൻ. ഇപ്പോൾ ക്രിക്കറ്റ് താരം സച്ചിൻ പറയുകയാണ് ഡിസിപ്ലിൻ പ്രധാനമാണ്. നിങ്ങളായിരിക്കും ഇതിലെന്ത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സംഭവമല്ല. നമുക്ക് എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടാവുക, അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ആ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്കിനേക്കാളും വളരെ കുറഞ്ഞിട്ടാണ് മാർക്ക് കിട്ടുക. ഓൾറെഡി ഞാൻ പറഞ്ഞാണ് സോഷ്യൽ മീഡിയ ഇടപെടലുകൾ.
ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഏത് പുതിയ ആപ്പുകൾ വേറെ ഏതെങ്കിലും ആപ്പുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെയുള്ള നിങ്ങളുടെ ഇടപെടലിന് കുഴപ്പമില്ല. പക്ഷേ ആ ഇടപെടൽ നിങ്ങളുടെ കയ്യിലായിരിക്കണം നിയന്ത്രണം. നിങ്ങൾ എത്രയാണോ ഇതിന് കണക്കാക്കി വെച്ച സമയം അതിനേക്കാൾ 1 മിനിറ്റ് പോലും നിങ്ങൾ അവിടെ ചിലവഴിക്കരുത്. ഇൻസ്റ്റഗ്രാമിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ സെറ്റ് ചെയ്യുക. ഇനി 15-16 മണിക്കൂറൊക്കെ പഠിക്കാൻ കിട്ടുന്ന വേറെ ഒരു പണിക്കും പോകാത്തവനാണെങ്കിൽ 1 മണിക്കൂർ കണ്ടു, ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ ടൈം പഠിക്കാനുണ്ടല്ലോ. പക്ഷേ 1 മണിക്കൂറാണ് കാണുന്നതെങ്കിൽ അതിനപ്പുറം 1 മിനിറ്റ് നിങ്ങൾ ഒരു ദിവസം പോലും ചിലവഴിക്കരുത്. അത് താഴോട്ടേ വരാവൂ, മേലോട്ട് പോകരുത്. അവിടെയാണ് നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം കിടക്കുന്നത്. അത് നമുക്ക് കൈവരിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. അല്ലാത്തവർ എവിടെയും വിജയിക്കില്ല. എത്ര കണ്ട് ബുദ്ധി ഉണ്ടായാലും ഓർമ്മശക്തി ഉണ്ടായാലും വിജയിക്കണമെങ്കിൽ നമുക്ക് ഇത്തരം ചില സാധനങ്ങൾ അല്ലെ, ഇത് ഡിസിപ്ലിൻ്റെ ഭാഗമാണ്, അതുണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. അപ്പോൾ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഇടപെടാം. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കളിക്കാവുന്ന പല കുരുത്തക്കേടും കളിച്ചിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചിട്ട് തന്നെയാണ് എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നേടിയിട്ടുള്ളത്. പക്ഷെ എന്താണ്, ഓരോന്നും ഇന്ന സ്ഥലത്ത് നിർത്തണം, ഇത് മതി, ഇതെന്നെ വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്രയേ ഇത് പറ്റുള്ളൂ എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. കാരണം എൻ്റെ മുന്നോട്ടുള്ള ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് പോകുമ്പോൾ ഇതിന് ഞാൻ കൂടുതൽ സമയം ചിലവഴിച്ചാൽ ഇത് നേടുന്നതിൽ നിന്ന് ഞാൻ കുറേ സമയം എനിക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അത് ഞാൻ നേടാതെ പോകുന്നുള്ള ബോധ്യമുണ്ട്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഏത് കാര്യങ്ങളിലും ഇടപെടാം. പക്ഷേ അതിനെ നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലാക്കണം. മറ്റുള്ളവർ പറഞ്ഞിട്ട് നിർത്തുന്ന രീതിയിലേക്ക് ആവിപ്പോകരുത്. ഓക്കെ, ദെൻ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ പല ആളുകളുണ്ടാവും. വർഷങ്ങൾക്ക് മുമ്പേ PSC പഠിച്ചു തുടങ്ങിയവരുണ്ടാവും, പല റാങ്ക് ലിസ്റ്റിലും വന്നവരുണ്ടാവും, തുടക്കക്കാരുണ്ടാവും, നിങ്ങളെക്കാളും അക്കാദമിക് മാർക്ക് കൂടിയവരുണ്ടാവും, പല രീതിയിലുള്ള ആളുകളുണ്ടാവും. അവരുമായിട്ടൊന്നും നിങ്ങളെ കമ്പയർ ചെയ്യേണ്ട. നിങ്ങളൊരു യുണീക്ക് പീസാണ്. നിങ്ങളെ മാത്രം നോക്കുക. മറ്റുള്ളവരെ നിങ്ങൾ നോക്കുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? മാറ്റുരയ്ക്കാൻ വേണ്ടി മാത്രമാണ്, മത്സരിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി മാത്രം മറ്റുള്ളവരെ നോക്കുക. നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. അല്ലാതെ നിങ്ങളൊരു മോഡൽ പരീക്ഷ, ഇപ്പം നിങ്ങൾ ആപ്പിനുള്ളിൽ വന്നിട്ട് ഒരു അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോകുന്നവരാണെങ്കിൽ അവിടെ നിന്ന് ചെയ്യുന്ന എക്സാം ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു 25 റാങ്ക് കിട്ടി. എൻ്റെ മുന്നിൽ ആരൊക്കെയാണ് 24 പേര്, 1ാം റാങ്ക് ആർക്കാണ്? ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നിങ്ങളുടെ വിഷയം, നിങ്ങളുടെ റാങ്ക് 25. അടുത്ത പരീക്ഷയിൽ ഞാൻ 20-നുള്ളിലേക്ക് പോകും, അല്ലെങ്കിൽ 10-നുള്ളിലേക്ക് പോകും, അല്ലെങ്കിൽ 5-നുള്ളിലേക്ക് പോകും, അല്ലെങ്കിൽ 1-ലേക്ക് പോകും. ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവർ അത് ആര് 1 മുതൽ 24 വരെ അലങ്കരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ വിഷയമല്ല. അത് നിങ്ങളുടെ വിഷയമായി മാറുമ്പോഴാണ് നമ്മുടെ സ്വസ്ഥത നശിക്കുന്നത്, നമ്മുടെ സമാധാനം നശിക്കുന്നത്, നമ്മുടെ പഠന സമയം നഷ്ടപ്പെടുന്നത്. നമ്മളെപ്പോഴും പരീക്ഷയെ നോക്കി കാണേണ്ടത് എന്തിനു വേണ്ടി മാത്രമാണ്? മറ്റുള്ളവരോട് മാറ്റുരയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അവരുടെ സ്ഥിതി എന്താണ്, അവരെങ്ങനെയാണ് 1-ലേക്ക് എത്തിയതെന്ന് ചോദിച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോകേണ്ട ഒരാവശ്യമില്ല. അടുത്ത തവണ 1 ആവേണ്ട ആൾ നിങ്ങളാ. മനസ്സിലായില്ലേ? എന്താണെങ്കിൽ ഈ ചിന്തയില്ല എങ്കിൽ. അതുകൊണ്ട് മറ്റുള്ളവരായിട്ടുള്ള താരതമ്യം ഒഴിവാക്കുക, നിങ്ങളിൽ വിശ്വസിക്കുക, നന്നായി പഠിച്ച് മുന്നോട്ട് പോവുക. ഈ ചിന്ത ഏത് കാലവും പരീക്ഷാ കാലഘട്ടത്തിൽ നമുക്ക് വേണം. ദെൻ എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഒരു മത്സര പരീക്ഷയിൽ വിജയിക്കാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്: ദൃഢനിശ്ചയത്തോടെ ഇറങ്ങിത്തിരിക്കുക. അതിനു മുമ്പാണ് നെഗറ്റീവും പോസിറ്റീവും ചിന്തിക്കേണ്ടതുള്ളൂ. PSC അങ്ങനെയാണ്, PSC ഇങ്ങനെയാണ്, 3 വർഷം കാലാവധി, അപ്പോൾ അത്രയും ടൈം എടുക്കും. റാങ്ക് ലിസ്റ്റിൽ വന്നാലും എല്ലാവർക്കും കിട്ടില്ല, മുട്ടിലെഴയേണ്ടി വരും, അങ്ങനെ സമരം ചെയ്യേണ്ടി വരും, ഇങ്ങനെ സമരം ചെയ്യേണ്ടി വരും, പിൻവാതിൽ നിയമനമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇങ്ങനെ കുറേ നെഗറ്റീവുകൾ നിങ്ങൾ കേൾക്കും. ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതിനൊക്കെ അതിൻ്റേതായ വശങ്ങളുണ്ടാവും, 2 സൈഡ് ഉണ്ടാവും. 2 സൈഡ് നിങ്ങൾ അറിയില്ല. നിങ്ങൾ ഈ വാർത്തകളെ ഇങ്ങനെ കേൾക്കുകയുള്ളൂ. ഇതൊക്കെ കേട്ടിട്ടേച്ച് പോകാനാണെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കരുത്. അത്രയേ ഉള്ളൂ. ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് കേൾക്കുക ചെയ്യരുത്. നമുക്ക് പോസിറ്റീവ് ചിന്ത മാത്രം. ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ ഈ ജോലി കിട്ടിയാലുള്ള ഗുണം, ഈ ജോലിയുടെ ഗുണഗണങ്ങൾ, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം, പോസിറ്റീവ് ചിന്തകൾ മാത്രമായിരിക്കണം. ഇറങ്ങുന്നതിന് മുമ്പ് ഇത് രണ്ടും തുലാസിൽ വെച്ച് തൂക്കുക. നെഗറ്റീവാണ് കൂടുതൽ കേൾക്കുന്നത്, എനിക്കിത് വേണ്ട, വിട്ടേക്കുക, പോയി കളയുക, അത്രയേ ഉള്ളൂ. ഇതിന് ഇറങ്ങിത്തിരിച്ചാൽ പിന്നെ മറ്റൊരാൾക്കും നമ്മൾ ചെവി കൊടുക്കരുത്. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക, സ്ഥിരതയോടെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. സ്ഥിരത നിർബന്ധമാണ്. നിങ്ങൾ 2 ആഴ്ച പഠിച്ച് പിന്നെ ഒരൊറ്റ ദിവസം ഗ്യാപ്പ് ഇട്ടാൽ മതി, നിങ്ങളൊന്നും അല്ലാതായി. അതുകൊണ്ട് സ്ഥിരതയോടെ പ്രയത്നിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു വിധത്തിലും പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക, അർജൻറ്റ് കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക, എങ്കിൽ പോലും വന്നിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ പഠിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ടച്ച് വിടാതെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു ദിവസം നിങ്ങൾ പഠിക്കാണ്ടാവുമ്പോൾ പിറ്റേ ദിവസം നിങ്ങൾ പഠിക്കുന്നതിൻ്റെ അളവ് തൊട്ട് മുമ്പത്തെ ദിവസം പഠിച്ചതിനേക്കാളും കുറയും. കോൺസെൻട്രേഷൻ പോകും, ചിന്തകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നിങ്ങൾ ഒരു വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞ് വരുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ശനി ഞായറും അല്ലേ, തിങ്കളാഴ്ച മുതൽ തുടങ്ങാം. ഇങ്ങനെയുള്ള മാറ്റിവെക്കലുകളാണ് കഴിവുള്ളവരെ പോലും പിന്നോട്ടടിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്ഥിരതയോടെ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക. ദെൻ ക്ഷമയോടെ ഇവിടെ നിലനിൽക്കുക. ഇവിടെ ക്ഷമയില്ലാതെ ഇത് നേടാൻ പറ്റത്തില്ല. കാരണം 1 വർഷത്തോളം അല്ലെങ്കിൽ 2 വർഷത്തോളം
തയ്യാറെടുപ്പ് ആവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. PSC എന്ന് പറയുന്നത് ഇന്ന് വന്ന് നാളെ പരീക്ഷ വരുന്നു, മറ്റന്നാൾ ഷോർട്ട് ലിസ്റ്റ് വരുന്നു, അതിൻ്റെ പിറ്റേന്ന് റാങ്ക് ലിസ്റ്റ് വരുന്നു, അങ്ങനെ നേടിപ്പോകാവുന്നൊരു സംഗതിയല്ല. ഇതിന് അതിൻ്റേതായ സമയക്രമമുണ്ട്. ആ സമയത്തിനുള്ളിൽ നേടണമെങ്കിൽ നമുക്കിവിടെ ക്ഷമയോടെ നിലനിൽക്കാൻ പറ്റണം. ഇതിന് പറ്റാത്തത് കൊണ്ടാണ് പലരും തോറ്റു പോകുന്നത്, അല്ലാതെ കഴിവില്ലാഞ്ഞിട്ടല്ല. നേടിയ നമ്മളെപ്പോലെയുള്ള ആളുകളെക്കാളും കഴിവുള്ള എത്രയോ ബുദ്ധിശക്തിയുള്ള എത്രയോ ഓർമ്മശക്തിയുള്ള ആളുകൾ പുറത്തുണ്ട്. പക്ഷെ അവർക്ക് എന്തില്ലായിരുന്നു? ഇവിടെ ഇത്രയും കാലം നിലനിൽക്കാനുള്ള ക്ഷമയില്ലായിരുന്നു. ഇതാണ് വിഷയം. അതുകൊണ്ട് ക്ഷമയോടുകൂടി ഇവിടെ നിലനിൽക്കാൻ പഠിക്കുക. ദെൻ സമ്മർദ്ദമില്ലാതെ പ്രാവർത്തികമാക്കുക. നിങ്ങൾ തുടങ്ങുന്ന അന്ന് മുതൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ പരീക്ഷാ ഹാളിലെ ടെൻഷൻ ഇല്ലാതാക്കാൻ. അല്ലാതെ അതിൻ്റെ തലേന്ന് പോയി പ്രാർത്ഥിച്ചുകൊണ്ടോ കൗൺസിലർ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് നേടിയത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. പഠനത്തിൻ്റെ തുടക്കം മുതൽ അങ്ങോട്ട് ശ്രദ്ധിക്കാനുള്ള ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പാലിച്ചു പോകുമ്പോഴാണ് പരീക്ഷ ഹാളിൽ ടെൻഷൻ ഇല്ലാതെ പരീക്ഷ എഴുതാൻ പറ്റുക. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ സമ്മർദ്ദമില്ലാത്തൊരു ദിവസം കിട്ടണം. ആ സമ്മർദ്ദമില്ലാതെ പ്രാവർത്തികമാക്കുന്ന ആ ഒരു ദിവസവും കിട്ടണം. ദെൻ നിങ്ങളുടെ വിജയാഘോഷമാണ്. അങ്ങനെ ഒരു ദിവസം കിട്ടിയാൽ നിങ്ങൾ ടോപ്പ് റാങ്കിലേക്ക് എത്തും. നിങ്ങൾക്ക് അനുഭവമുള്ളതാണ്. നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളും അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാറില്ലേ? വീട്ടിൽ നിന്ന് കിട്ടാറില്ലേ? നിങ്ങൾ എഴുതിയ പരീക്ഷ പല ഘട്ടങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ എഴുതിയ പരീക്ഷ ഏറ്റവും ടഫായി നിങ്ങൾക്ക് തോന്നും, മറ്റു ഘട്ടങ്ങളൊക്കെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും. ജനറലായിട്ട് ഒരാൾ നോക്കുമ്പോൾ പറയുന്നത് നേരെ തിരിച്ചായിരിക്കും. ഇപ്പം ഞാൻ നോക്കുമ്പോൾ, ഞാനിപ്പം പരീക്ഷ ചെയ്യുന്നില്ലല്ലോ, എല്ലാ പരീക്ഷ 5 ഘട്ടവും ഞാൻ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇതാണ് എളുപ്പം, ഇതാണ് കടുപ്പം എന്നൊക്കെ മാറ്റിപ്പറ്റി പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ എന്താ, നിങ്ങൾ എഴുതിയ പരീക്ഷയായിരിക്കും ഏറ്റവും കടുപ്പം. അനുഭവം വരാറില്ലേ? ഇതുകൊണ്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതിയിരിക്കുന്ന ആ ഒരു സമ്മർദ്ദത്തിലാണ്, ആ ഒരു പരീക്ഷ ഹാളിലാണ്. അതുപോലെയല്ല പുറത്തു നിന്ന് ചോദ്യപേപ്പറിനെ കാണുന്നത്. നിങ്ങൾ ഈ ചോദ്യപേപ്പറിനെ പുറത്തു നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ല ഉണ്ടാവുക. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് പരീക്ഷാ ഹാൾ എന്ന് പറയുന്നത് ആ ഒരു 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറുള്ള പരീക്ഷ എത്രയാണോ, പ്രിലിംസ് ആണെങ്കിൽ 1.25, മെയിൻസ് ആണെങ്കിൽ 1.5, അതിനനുസരിച്ച് ആ ഒരു ടൈം ഏറ്റവും ഫലവത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. എങ്കിലേ നമ്മുടെ ഈ ഒരു വിജയാഘോഷം വരുള്ളൂ. ആ വിജയാഘോഷം ആണ് അവസാനത്തെ സ്റ്റെപ്പ്. അത് നിങ്ങൾ യൂട്യൂബിലൂടെയും ഇൻസ്റ്റയിലൂടെയും കാണിക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കാൻ ഞങ്ങളും ഉണ്ടാവും. ഒരു മെസ്സേജുകളായി നിങ്ങൾ എനിക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കൊക്കെ അത് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അല്ലേ? നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പോൾ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് ഓരോരുത്തരും പറയുന്ന കാര്യങ്ങളാണ് അല്ലേ? യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ അല്ലാതെ വാട്സപ്പിലൂടെയോ ഒക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ദിവസവും പറയാനുണ്ടാവും നേട്ടങ്ങൾ. കാരണം നമ്മൾ 2008 മുതൽ ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഇതിനിടയിൽ എത്രയോ ആളുകൾ നേടിപ്പോവുകയാണ്. ഓരോ ദിവസവും മിക്ക ആളുകളും അറിയിക്കും. അപ്പോൾ അത് സന്തോഷത്തോടെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളും അറിയിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കും അടുത്ത LDC നേടാൻ പറ്റട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.